ഈ പണിയെ ഒരു ഒന്നൊന്നര പണിയാണ്. കണ്ടു നോക്കിക്കോളൂ. ഇങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ വാതിലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ജനൽപ്പടിയുടെ അവിടെയോ കൊതുക് വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് വെച്ചു കൊടുത്താൽ. ഹായ്, ഇന്ന് നമ്മളെ ഒന്ന് രണ്ട് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടിപ്സ് എന്താ വെച്ചാൽ, നമ്മളെ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കൊതുകിൻ്റെ ഈച്ചയുടെയൊക്കെ ശല്യം ഭയങ്കരമായിട്ട് വർദ്ധിക്കും അല്ലേ. ഈ കൊതുകും ഈച്ചയൊക്കെ ഒരുപാട് രോഗങ്ങൾ വരുത്തിവയ്ക്കുന്ന സംഭവങ്ങളാണ്. പകർച്ചവ്യാധികൾ പരത്തുന്ന ജീവികളാണ് കൊതുകും ഈച്ചയൊക്കെ. അപ്പോൾ നമുക്ക് ഈ കൊതുകിനെ ഈച്ചേനെയൊക്കെ അകറ്റാനുള്ള ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞുതരാം. കൂടാതെ അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഈ കൊതുക് കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നൊരു വലിയ പ്രശ്നം ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെ ഈച്ചയും നമ്മുടെ ഭക്ഷണത്തിലേക്ക് വന്നിരിക്കുകയും നമുക്ക് വയറിനൊക്കെ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് കൊതുക് വരാതിരിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീടും പരിസരവും ഒക്കെ കുറച്ച് വൃത്തിയായി സൂക്ഷിക്കുക. ഈ ചപ്പുകളും പുല്ലുകളൊക്കെ മുളച്ചു വരുമ്പോൾ അതിൽ കൊതുകുകളും ഈച്ചകളൊക്കെ വളരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന കുപ്പികൾ, ചിരട്ടകൾ, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ, നമ്മൾ പൂച്ചട്ടികളിലൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ വെള്ളം നിറഞ്ഞു കിടക്കുക. ഈ ചിരട്ടകളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കാണ്. അതിലൊക്കെ മുട്ടയിട്ടിട്ടാണ് കൊതുകിൻ്റെ വർധനവ് ഉണ്ടാകുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇങ്ങനത്തെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളോ ഉപകരണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുക. അത് നമ്മൾ ചെയ്യേണ്ട പ്രധാന ഒരു കാര്യമാണ്. എന്നിട്ടും നമ്മുടെ വീടുകളിലൊക്കെ കൊതുകും ഈച്ചയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടിപ്സ് ഒന്ന് ഉപയോഗിച്ചോളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്സാണ്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊതുകുകളുടെ ശല്യം ഇല്ലാണ്ടാവും. വളരെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാം കൊതുക് തിരിയോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം മറ്റേ ഗുഡ് നൈറ്റ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് അല്ലാത്ത ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്ന ഈ കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് കൊണ്ടാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. കൊതുകുകളെ തുരത്താനുള്ള ടിപ്സ് പറഞ്ഞു തരുന്നതിന് മുന്നേ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ജഗ്ഗാണ്. ഈ ജഗ്ഗിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഒരുപാട് ചളി പിടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലുകൾ ഉണ്ടാവാം, കുപ്പികൾ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചളി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈയൊന്നും ചിലപ്പോൾ അതിനുള്ളിലോട്ട് ഇറക്കി കഴുകാൻ പറ്റുന്ന വരില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് നല്ലൊരു ടിപ്സ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്സാണ്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം. അറിയാവുന്നവർ ഒന്ന് കണ്ടുപോയിക്കോളൂ, അറിയാത്തവർക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് കൊതുകിനെ തീർത്താനുള്ള ടിപ്സിലോട്ട് പോകാം. ഞാനെടുത്തിരിക്കുന്നതേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജഗ്ഗാണ്. ഇത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഭയങ്കരമായിട്ട് അഴുക്കുണ്ട്. ആദ്യം കുറച്ച് ന്യൂസ് പേപ്പറുകൾ എടുത്ത് ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ജഗ്ഗിനുള്ളിലോട്ട് ഇടാം. ജഗ്ഗോ കുപ്പിയോ വാട്ടർ ബോട്ടിലോ എന്തോ ആയിക്കോട്ടെ, അതിനുള്ളിലോട്ട് ഇങ്ങനെ ഇടാം. ചെറുതായിട്ട് മുറിച്ചിട്ട് ഇടണം. അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് പൊടി എടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് ഇടുകയാണ്. അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പ് പൊടി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇടാം. ഇനി നമ്മൾ ജഗ്ഗിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. പുറത്ത് നായ്ക്കളുടെയൊക്കെ ഭയങ്കര കുരയാണ്. ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്, അതിൻ്റെ ഒരു ശല്യം കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ജഗ്ഗ് നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം, കുലുക്കണം. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ കുലുക്കിയെടുക്കാം. ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കൈ കൊണ്ടുള്ള പണിയാണ് കേട്ടോ, സ്വന്തമാണ്. വീഡിയോ എടുക്കുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ സ്വന്തമാണ്. അതുകൊണ്ടാണ് ചെറിയ താമസം വരുന്നത്. അപ്പോൾ നല്ലപോലെ നമ്മൾ കുലുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനുള്ളിലുള്ള കടലാസുകളൊക്കെ പുറത്തെടുത്ത് കളയണം. വാട്ടർ ബോട്ടിലോ കുപ്പിയൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ച് കളഞ്ഞാൽ മതി. വെള്ളത്തിൻ്റെ കൂടെ കടലാസുകളൊക്കെ പുറത്ത് പോയിക്കോളും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കൈ ഇടാൻ പറ്റുന്നതുകൊണ്ട് ജഗ്ഗിലോട്ട് കൈ ഇട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നേരെ കമത്തിയാൽ മതി. കമിഴ്ത്തുമ്പോൾ അതിൻ്റെ കടലാസും വെള്ളമൊക്കെ കൂടെ പുറത്ത് പോകും. അപ്പോൾ നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനിയും കുറച്ച് നല്ല വെള്ളമെടുത്ത് നമുക്ക് ഇത് കഴുകിയെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിൽ ഒരു 1-2 പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് കഴുകി കളഞ്ഞാൽ മതി.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കിയാൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെയാണോ എന്ന് നോക്കാം. നല്ല ക്ലിയർ ക്രിസ്റ്റലായിട്ട് വെളുത്തിട്ടുണ്ട്. ഇതിലെ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് വാട്ടർ ബോട്ടിലായിക്കോട്ടെ ചെറിയ കുപ്പികളായിക്കോട്ടെ എന്തും കഴുകിയെടുക്കാം. അപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട്, അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ടിപ്സാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തോളൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ. ഇനി നമുക്ക് കൊതുകിനെ ഓടിക്കാം. നമുക്കിതാ ഇതുപോലുള്ള ചിരാതുണ്ടോ നോക്കുക, അല്ലെങ്കിൽ പരന്ന സ്റ്റീൽ പാത്രം ആയാലും മതി, ചെറിയ പാത്രങ്ങളായാലും മതി. എൻ്റെ അടുത്ത് ഈ ചിരാതുകൾ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചിരാതാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചിരാത് നമ്മൾ എടുത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടിയത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും കർപ്പൂരം. ഈ കർപ്പൂരം ഒന്നിൽ പൊടിച്ചിടണം. ഞാനൊരു 2 കർപ്പൂരത്തിൻ്റെ ഇത് പൊടിച്ചിടുന്നുണ്ട്. കർപ്പൂരം കൂടാതെ നമുക്ക് വേണ്ടിയത് കായപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന കായോ കായത്തിൻ്റെ പൊടിയോ. എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയുണ്ട്, അത് കുറച്ച് ഇതിലോട്ട് ഇടാം. നമ്മളിപ്പം കർപ്പൂരവും പൊടിച്ചിട്ടുണ്ട്, കായവും പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയാണ്. നല്ലെണ്ണയോ വിളക്കെണ്ണയോ ഏതും ആയിക്കോട്ടെ. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെടുത്തിട്ട് ഇതിലോട്ട് കുറച്ചൊഴിക്കാം. ഇപ്പം നമ്മൾ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിളക്കുതിരിയാണ് വേണ്ടിയത്. ഈ വിളക്കുതിരി എടുത്തിട്ട് ഈ എണ്ണയിൽ നല്ലോണം മുക്കണേ, എന്നാലേ കത്തുള്ളൂ ശരിക്കും. കണ്ടോ, 1 or 2 തിരി എടുത്തിട്ട് വെക്കുക. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ കത്തിച്ചിട്ട് നമ്മൾ വാതിലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ജനൽപ്പടിയുടെ അവിടെയോ കൊതുക് വരാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഈ കായത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും സ്മെല്ലൊക്കെ അടിച്ചിട്ട് കൊതുകുകൾ ആ പരിസരത്തേക്ക് വരില്ല, ഈച്ചകളും. ഇത് നമുക്ക് ചിരാതാണ് 1 or 2 നമുക്ക് അടുക്കളേൻ്റെ വശത്തും വേണം വെക്കാം, മുൻവശത്തൊക്കെ ആയിട്ട് വെക്കാം. ബെഡ്റൂമിലോ എവിടെയാണ് കൊതുക് വരുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും വരുത്തുന്നുമില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കർപ്പൂരവും കായവും നല്ലെണ്ണയും തിരിയും മാത്രം മതി. നമുക്ക് ചിരാതില്ലെങ്കിൽ പരന്ന സ്റ്റീൽ പാത്രം ആയാലും മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവർ ഇത് പോയി തൊടാനോ പിടിക്കാനോ പാടില്ല, അപകടം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല നാച്ചുറൽ ഉപയോഗമാണ് ഇതുകൊണ്ടുള്ളത്. ഈ തിരി കത്തുമ്പോൾ നല്ല സ്മെല്ല് നമുക്ക് വരും, കായത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ സ്മെല്ല്. ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ കൊതുകുകൾ പരിസരത്തേക്ക് വരില്ല. ഈ പണിയെ ഒരു 1.5 പണിയാണ്. കണ്ടു നോക്കിക്കോളൂ. നമ്മൾ കൊതുകിന് കൊടുക്കുന്ന പണി ഉപകാരപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്, നല്ലൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചോളൂ. എന്താണ് അഭിപ്രായം എന്ന് എനിക്കും അറിയാം, ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അറിയാം. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു മനോഹരമായ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.